ഹലോ എവ്രിവൻ. നിങ്ങൾ ബ്രൂസ് ലീ എന്ന പേര് കേട്ടിട്ടുണ്ടോ? ലോകപ്രശസ്ത മാർഷ്യൽ ആർട്സ് മാസ്റ്റർ, ആക്ടർ, മോട്ടിവേഷൻ ഐക്കൺ, അങ്ങനെ പലതുമാണ് അദ്ദേഹം. ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ മാതൃകയാക്കുന്നു. ബ്രൂസ് ലീ ഒരിക്കൽ പറഞ്ഞൊരു വാചകമുണ്ട്: 10,000 കിക്കുകൾ ഒരിക്കൽ വീതം പരിശീലിച്ച ആളെയല്ല ഞാൻ ഭയപ്പെടുന്നത്, ഒരു കിക്ക് 10,000 തവണ പരിശീലിച്ച ആളെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഇംഗ്ലീഷും അതുപോലെയാണ്. 100 കണക്കിന് ഗ്രാമർ റൂൾസ് പഠിക്കുന്നതിനേക്കാൾ കുറച്ച് സെൻറ്റൻസ്, അതുപോലെ പാറ്റേൺസ്, കുറച്ച് ഗ്രാമർ എല്ലാം ശരിയായി പ്രാക്ടീസ് ചെയ്യുന്നതാണ് പ്രാധാന്യം. പക്ഷേ ഐ നോട്ട് ഗോ, ഷീ നോട്ട് കമ്മിങ്, ഇങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങൾക്കും പറ്റാറുണ്ടോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെറും 10 മിനിറ്റിൽ നെഗറ്റീവ് സെൻറ്റൻസസും ക്വസ്റ്റ്യൻ സെൻറ്റൻസസും ശരിയായി പറയാൻ പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്. അതായത് ഒരു കാര്യം പതിവായി ചെയ്യുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പതിവായി നമ്മൾ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമ്മൾ കാപ്പി കുടിക്കുന്നു, ഞാൻ കാപ്പി കുടിക്കുന്നു. എന്താ പറയുക നമ്മൾ? ഐ ഡ്രിങ്ക് കോഫി. ഇത് നമുക്ക് നെഗറ്റീവിൽ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ പറയേണ്ടതാണ് ഐ ഡു നോട്ട് ഡ്രിങ്ക് കോഫി, ഞാൻ കാപ്പി കുടിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു ഐ കഴിഞ്ഞാൽ ഉടനെ വയ്ക്കുന്ന വാക്കുകളാണ് ഡു നോട്ട്, ഐ ഡു നോട്ട്. അതുപോലെ യു ആയാലും നിങ്ങൾ കാപ്പി കുടിക്കാറില്ല, നമ്മൾ എന്ത് പറയും? യു ഡു നോട്ട് ഡ്രിങ്ക് കോഫി. അവർ കാപ്പി കുടിക്കാറില്ല, എന്ത് പറയും? ദേ ഡു നോട്ട് ഡ്രിങ്ക് കോഫി. ഞങ്ങൾ കാപ്പി കുടിക്കാറില്ല, എന്ത് പറയും? വി ഡു നോട്ട് ഡ്രിങ്ക് കോഫി. അപ്പോൾ ഓർത്തിരിക്കുക, ഐ, യു, വി, ദേ. അതുപോലെ ഏതെങ്കിലും പ്ലൂരൽ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഉടനെ വെക്കേണ്ടതും ഡു നോട്ട് അല്ലെങ്കിൽ ഡോണ്ട്. ഡോണ്ട് എന്നുള്ളത് ഡു നോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് ഫോർ ഗെറ്റിംഗ് നെഗറ്റീവ് സെൻറ്റൻസസ്. അവർ എല്ലാ ദിവസവും ടി വി കാണാറില്ല. അപ്പോൾ അവർ എന്നുള്ളതിനുള്ള വേർഡ് ദേ. കാണാറില്ല, എന്ത് പറയും നമ്മൾ? ഡു നോട്ട് വാച്ച്. എല്ലാ ദിവസവും എവറി ഡേ. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും സെൻറ്റൻസിൽ? ദേ ഡു നോട്ട് വാച്ച് ടി വി എവറി ഡേ. അവൾ ക്രിക്കറ്റ് കളിക്കാറില്ല, നമ്മൾ എന്ത് പറയും? അവൾ എന്നുള്ളതിന് ഷീ. കളിക്കാറില്ല എന്നുള്ളതിന് നമ്മളിപ്പോൾ പഠിച്ചത് ഡു നോട്ട് പ്ലേ എന്നാണ്, പക്ഷേ അത് റോങ് ആണ്. ഡു നോട്ട് പ്ലേ എന്നല്ല, ഇവിടെ നമ്മൾ പറയേണ്ടത് ഡസ് നോട്ട് പ്ലേ. എന്താണെന്ന് വെച്ചാൽ അവൾ, അവൻ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡസ് നോട്ട്. ഡസ് നോട്ട് പ്ലസ് വെർബ്. അപ്പോൾ ഡസ് നോട്ട് പ്ലേ. അപ്പോൾ ഇവിടെ സെൻറ്റൻസ് ഷീ ഡസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു റൂളാണ് ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഡു നോട്ട് എന്നല്ല ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസിൻറ്റ് എന്നാണ് വെക്കേണ്ടത് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്. അവൻ ഞായറാഴ്ച സ്കൂളിൽ പോകാറില്ല. ഇത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നത് കമൻറ്റിൽ ഒന്ന് എഴുതുമല്ലോ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇനി ഇപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് പറയണം? അത് നെഗറ്റീവിൽ പറയണം. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഐ ആം സ്ലീപ്പിംഗ്, അത് ഞാൻ ഉറങ്ങുകയാണ്. ഞാൻ ഉറങ്ങുകയല്ല എന്ന് പറയാനായിട്ട് എന്ത് ഉപയോഗിക്കും? ഐ ആം നോട്ട് സ്ലീപ്പിംഗ്. അത് വെരി ഈസിയാണ്. ഐ ആം കഴിഞ്ഞിട്ട് ഒരു നോട്ട് വയ്ക്കാം. അവൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മൾ പറയും ഷീ ഈസ് റീഡിങ് എ ബുക്ക്. അവൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല, അതിനെന്ത് പറയും നമ്മൾ? ഷീ ഈസ് നോട്ട് റീഡിങ് എ ബുക്ക്. വളരെ എളുപ്പമല്ലേ? ഞങ്ങൾ ടി വി കാണുന്നില്ല, ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നത് നിങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. വി ആർ നോട്ട് വാച്ചിങ് ടി വി. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നെഗറ്റീവിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഒന്നുകിൽ ആം, ഐ ആണെങ്കിൽ ആം, അല്ലെങ്കിൽ ഈസ്, അല്ലെങ്കിൽ ആർ, അത് കഴിഞ്ഞാൽ നോട്ട്, പിന്നെ വെർബ് പ്ലസ് ഐ എൻ ജി. ഇപ്പോൾ ഐ ആം നോട്ട് സ്ലീപ്പിംഗ്, ഷീ ഈസ് നോട്ട് റീഡിങ്, അങ്ങനെ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു മേക്ക് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളൊരു വ്യക്തി ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? നമ്മൾ പറയും യു സ്പീക്ക് ഇംഗ്ലീഷ്. അത് റോങ് ആണ്, അങ്ങനെയല്ല പറയേണ്ടത്. നമ്മളിപ്പോൾ തന്നെ പഠിച്ചു ഐ, വി, യു, ദേരെ കൂടെ ഡോണ്ട് വയ്ക്കും അല്ലെങ്കിൽ ഡു നോട്ട് വയ്ക്കും നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ. ആ സെയിം ഡു ആണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഐ, വി, യു, ദേരെ കൂടെ വയ്ക്കേണ്ടത്.
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്ന് നമ്മളെങ്ങനെ ചോദിക്കുമെന്ന്. നമ്മൾ ചോദിക്കണം, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? അവർ ഫുട്ബോൾ കളിക്കാറുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഡു ദേ പ്ലേ ഫുട്ബോൾ? അവന് സംഗീതം ഇഷ്ടമാണോ? ഇതെങ്ങനെ നമ്മൾ ചോദിക്കും? ഇവിടെ അവൻ എന്നാണ്. അവൻ എന്ന് വെച്ചാൽ ഹീ. നമ്മൾ പഠിച്ചു ഹീ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വെക്കേണ്ടത് ഡസ് ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരും, ഡസ് ഹീ ലൈക്ക് മ്യൂസിക്? അവൾ ഇവിടെ ജോലി ചെയ്യുമോ? നമ്മളെങ്ങനെ ചോദിക്കും? ഡസ് ഷീ വർക്ക് ഹിയർ? ഇപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഡു ഓർ ഡസ്. ഡു എപ്പോഴൊക്കെയാണ്? ഐ, വി, യു, ദേ അതിന് വരുമ്പോൾ ഡു. അതുപോലെ സിംഗുലർ സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ് ഇത് വരുമ്പോൾ ഡസ്. അതിൻ്റെ കൂടെ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ്. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ സെൻറ്റൻസസ് ഒന്ന് ഫാസ്റ്റായി ഒന്ന് ഓടിച്ചു നോക്കി. അടുത്തതാണ് ക്വസ്റ്റ്യൻ ഫോം ഓഫ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? നമ്മളെങ്ങനെ ചോദിക്കും? ആർ യു സ്റ്റഡിയിങ് നൗ? അവൾ രാത്രിയിലെ ഭക്ഷണം കുക്ക് ചെയ്യുകയാണോ? എങ്ങനെ നമ്മൾ ചോദിക്കുക? ഇസ് ഷീ കുക്കിംഗ് ഡിന്നർ? ഇപ്പോൾ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ വേർഡ്സ് എന്തൊക്കെയാണ്? ആം, ഈസ്, ആർ ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING. എപ്പോഴാണ് നമ്മൾ ആം ഉപയോഗിക്കുക? ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കും. ഹീ, ഷീ, ഇറ്റ് ആണെങ്കിൽ ഈസ് ഉപയോഗിക്കും. വി, ദേ, യു ആണെങ്കിൽ ആർ ഉപയോഗിക്കും. ഇവിടെ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നെഗറ്റീവ് ഫോമിലും അതുപോലെ ക്വസ്റ്റ്യൻ ആയിട്ടും മാറ്റി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. ഇവിടെ ഞാൻ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ന്യൂസ് ആർട്ടിക്കിൾസിൻ്റെ മലയാളത്തിലുള്ള വാചകങ്ങൾ ഇംഗ്ലീഷിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇടയ്ക്ക് വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യും. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് നെഗറ്റീവ് സെൻറ്റൻസസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് നെഗറ്റീവ് സെൻറ്റൻസസ്, സിമ്പിൾ പ്രസൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ്. ദിവസവും 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാകും. അപ്പോൾ ഓക്കെ, നാളത്തെ ക്ലാസ് മിസ് ചെയ്യരുത്. വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ ഫോളോ ചെയ്യൂ. ബൈ.